ഹലോ! ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ബ്ലൗസിൽ ബ്ലൗസിന് ഹുക്കും അതുപോലെ തന്നെ ഹുക്ക് ലൂപ്പും നമ്മൾ തുന്നിയെടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിലെ ചില സമയത്ത് നമ്മൾ ഹുക്കായാലും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഴിഞ്ഞു പോരുന്ന പോലെ കേട്ടോ ലൂസായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ഊരി പോരാതെ എങ്ങനെയാണ് തുന്നിയെടുക്കാമെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബ്ലൗസിൻ്റെ ഹുക്ക് ലൂപ്പും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മെഷീനിൽ വെച്ചിട്ട് നേരിട്ട് ചെയ്തെടുക്കാം, ഇല്ലാതെ കൈ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏതാ എളുപ്പം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കാൻ പോണത്. ഇതുപോലെ തുന്നാനായിട്ടേ സൂചി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. സൂചിയുടെ ആ ഒരു തെറ്റുഭാഗത്ത് ഹോള് വരുന്നുണ്ടല്ലോ, അത് കുറച്ച് വലിപ്പമുള്ള തരത്തിലുള്ള സൂചി എടുക്കുക കേട്ടോ. ചെറിയ രീതിയിൽ ഹെമ്മിങ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഹോളുള്ള സൂചിയൊക്കെ മതിയേ. അപ്പോൾ ഇതുപോലെയൊക്കെ തുന്നുമ്പോഴേ നൂല് കുറച്ച് കട്ടിയിലിട്ട് തുന്നേണ്ടി വരും. അപ്പോൾ നമുക്ക് കട്ടിയിൽ നൂല് മടക്കി കഴിയുമ്പോൾ നമ്മുടെ സൂചിയിൽ ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ സൂചി എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് ഹോള് വലിപ്പത്തിലുള്ളതൊന്ന് നോക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴേ കുറച്ച് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേറെ കളറ് നൂല് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൗസിലൊക്കെ ചെയ്യുന്ന സമയത്ത് സെയിം കളറ് നൂല് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ നൂലിങ്ങനെ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 or 4 ഇതുപോലെ നീളത്തിൽ നൂലെടുക്കുക. അതിന് ശേഷം പിന്നെ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള ബ്ലൗസിൽ മുന്നേ നമ്മൾ ഹുക്കും അതുപോലെ തന്നെ അതിൻ്റെ ലൂപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് വേണ്ടാത്തതായ കാരണം അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളിത് ആദ്യം ഒന്ന് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിതേ 4 ലെയറാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു നൂലാണ് ഇത്. നൂലിനെ നമ്മളിതേ ഇതേപോലെ കറക്റ്റായിട്ട് ഒപ്പം പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നടുമടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നടുമടക്കിയിട്ട് വേണേ നമുക്ക് ആ ഒരു സൂചിയിൽ കോർത്തെടുക്കാനായിട്ട്. നടുമടക്കിയിട്ട് ഇപ്പോൾ കട്ടി കൂടിയ കാരണേ സൂചിയിൽ കോർക്കുമ്പോൾ ഇത്തിരി അതിൻ്റെ ഒരു ഹോളിൻ്റെ ഭാഗത്തുകൂടെ കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലേ നമ്മളിത് ഇതേപോലെ കേട്ടോ അങ്ങനെ വെച്ചിട്ട് ആണ് ഇടുന്നത്. ഇടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറാൻ ബുദ്ധിമുട്ടുണ്ടായേ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു തെറ്റൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായി നനച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ താഴ്ഭാഗത്ത് ഒന്ന് കെട്ടിട്ടിട്ട് എടുക്കണം. കെട്ടിട്ടെടുക്കാനായിട്ട് താഴ്ഭാഗം ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അത് കട്ടി കൂടുതലുള്ള കാരണേ നമുക്ക് ആദ്യം വേണമെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം കൈയിൻ്റെ ഒരു വിരലിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ചെറുതായി ചുരുട്ടിയിട്ട് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ കെട്ട് വീഴും കേട്ടോ. അപ്പോൾ 2 or 3 വട്ടം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് ഹുക്ക് ലൂപ്പാണ് കേട്ടോ ചെയ്തെടുക്കണത്. അപ്പോൾ അത് കുറച്ച് കട്ടിയിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നമ്മൾ നൂലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് നൂല് വേണ്ട കേട്ടോ. ശരിക്കും നമ്മുടെ ബ്ലൗസിൽ ചെയ്യുമ്പോൾ കനം കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നൂല് വേണ്ട. പക്ഷെ കുറച്ച് കട്ടിയിൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് നൂല് തന്നെ എടുക്കാം കേട്ടോ. ഹുക്ക് ലൂപ്പ് നമ്മൾ ചെയ്യുമ്പോഴേ ചിലത് വീതി കൂടിയിട്ടും വീതി കുറഞ്ഞിട്ടും വരാറുണ്ട്. അപ്പം അത് ചെയ്യുമ്പോൾ നൂല് കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ല വീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നൂല് കുറച്ചെടുത്ത് കഴിഞ്ഞാൽ വീതി കുറഞ്ഞിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 2 തരത്തിലും ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൗസിൽ ചെയ്യുമ്പോഴേ നമ്മൾ നൂല് കെട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ ചീത്ത ഭാഗത്ത് നിന്നിട്ട് താഴ്ഭാഗത്ത് നിന്നിട്ട് കേട്ടോ, അതായത് മേൽഭാഗത്തേക്ക് സൂചി ആദ്യം മുകളിലോട്ട് കുത്തി വലിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിന് താഴ്ഭാഗത്ത് നിന്നിട്ട് മുകളിലേക്ക് കുറച്ച് ഭാഗം ഇതുപോലെയാക്കി വെച്ചിട്ട് ഇങ്ങനെ കൈവിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ കെട്ടിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര നീളത്തിലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ ഒരു നീളം നമുക്ക് കെട്ടിട്ട് കഴിയുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഭാഗം എത്തുമ്പോൾ അവസാനിപ്പിച്ചിട്ടേ നമ്മുടെ ആ ഒരു സൂചി ഉണ്ടല്ലോ ആ ഒരു കെട്ടിൻ്റെ ഭാഗത്ത് നമ്മുടെ ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്ന് പിടിക്കുക. അതിന് ശേഷം മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാലേ ഇതേപോലെ കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് ആ ഒരു നൂലിനെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ താഴോട്ട് വലിക്കുക. വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വെച്ചതിൻ്റെ ശേഷം നമ്മുടെ ആ ഒരു നൂല് നിൽക്കുന്നത് കണ്ടോ, ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു സൂചിയുടെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം താഴോട്ട് ഇതുപോലെ കുത്തിയിറക്കാം. അതിന് ശേഷം നമ്മുടെ ആ ഒരു ബാക്ക് ഭാഗത്ത്
നമുക്കൊരു 2 3 വട്ടം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നൂലിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കേ കനം കുറച്ചിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുക എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒരു നൂലുണ്ടല്ലോ രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ നമ്മുടെ സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ടേ. അപ്പോൾ മൊത്തത്തിൽ 4 ലെയർ നൂലുണ്ടാവും കേട്ടോ. ആ ഒരു നൂലിൻ്റെ അതേ തെറ്റുഭാഗം നമ്മൾ സാധാരണ ആ ഒരു കയ്യിൽ വെച്ചൊന്ന് ചുരുട്ടിയിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതുപോലെ ഒരു 2 3 വട്ടം തന്നെ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ, എന്നാലാണ് അഴിയാതെ നിൽക്കുള്ളൂ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വീതി കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ. മേലെന്ന് ദേ സൂചി നമ്മൾ വലിച്ചെടുത്തിട്ട് ദാ ഒരു നൂല് വന്നിട്ടുള്ള ഭാഗത്തേക്ക് ദേ സൂചി ഇങ്ങനെ പകുതിയോളം മുഴുവനായിട്ട് വലിച്ചെടുക്കുന്നില്ല കേട്ടോ. പകുതി ഭാഗമാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ കെട്ടിടുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെ ഒരു വരും കേട്ടോ. എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കുറച്ച് നീളത്തിൽ നമ്മളിത് കെട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു സൂചി കെട്ടിട്ട് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ആ ഒരു കെട്ടിട്ട ഭാഗത്ത് നമ്മുടെ ഇപ്പുറത്തെ കൈയിൻ്റെ ആ ഒരു തള്ളവിരൽ വെച്ചൊന്ന് അമർത്തി പിടിച്ചതിൻ്റെ ശേഷം മുകളിലോട്ട് വലിച്ചെടുക്കുക കേട്ടോ. വലിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഒരു നൂല് നിൽക്കുന്നുണ്ടാവേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു നൂലിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തു കൂടെ നമ്മുടെ സൂചി ഇറക്കിയിട്ട് താഴ്ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നല്ല വീതിയിലും വീതി കുറഞ്ഞിട്ടും ഹുക്ക് ലൂപ്പ് നമ്മൾ ഈ രീതിക്ക് ചെയ്തെടുക്കുമ്പോഴേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു കെട്ട് വന്നത് കാണാനായിട്ടേ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വേറൊരു രീതിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ 4 ലെയർ വരുന്ന നൂലുണ്ടല്ലോ, ആ ഒരു നൂല് ഇതുപോലെ താഴ്ഭാഗത്ത് നിന്ന് കുത്തി മുകളിലോട്ട് വലിച്ചിട്ടേ മേൽഭാഗത്തു കൂടെ ഇതുപോലൊരു 4 3 വട്ടം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോർത്തെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്തു കൂടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ സൂചിയുടെ ബാക്ക് ഭാഗം ഇതേപോലെ കോർത്തൊരു കെട്ട് പോലെയാണ് കേട്ടോ നമ്മളിങ്ങനെ നൂലിടുന്നത്. ഇങ്ങനെ വലിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സൂചിയുടെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗമായാലും കുഴപ്പമില്ല കേട്ടോ. ബാക്കാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വലിച്ചെടുത്തിട്ട് ഒന്ന് ആ ഒരു നൂലിനൊന്ന് കറക്റ്റാക്കിയിട്ട് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കതിൻ്റെ ആ ഒരു തെറ്റുഭാഗത്ത് വേണമെങ്കിൽ കെട്ടിടാം, ബാക്ക് ഭാഗത്ത് വേണമെങ്കിലും കെട്ടിട്ട് കൊടുത്ത് അവസാനിപ്പിക്കാം. അവസാനം നമ്മൾ തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു മോഡലിലാണ് കേട്ടോ ഈ ഒരു ബ്ലൗസിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിം കളറ് നൂല് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടിയും അത് നല്ല ഭംഗിയായിട്ട് എടുത്ത് നിൽക്കുന്നത്. ഇനി നമുക്ക് ഹുക്ക് എങ്ങനെയാണ് ടൈറ്റാക്കി തുന്നാന്നാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ ഹുക്ക് തുന്നുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമേ നമ്മുടെ മിഷ്യൻ്റെ സൂചി ഉണ്ടല്ലോ, മിഷ്യൻ്റെ സൂചി നമുക്ക് കയ്യിലൊരെണ്ണം ആവശ്യമാണ് കേട്ടോ. സാധാരണ നമ്മൾ തുന്നുമ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കതിൻ്റെ താഴ്ഭാഗം ആ ഒരു മുകൾ ഭാഗം നമ്മൾ തുന്നല്ലേ ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്നിട്ട് മാറ്റിയിട്ടേ നമ്മുടെ മിഷ്യൻ്റെ സൂചി വെച്ചിട്ട് ഇതുപോലെ ഒന്നൊരു ചെറിയൊരു ഹോള് പോലെ ഇങ്ങനെ ആക്കി വെക്കുക കേട്ടോ. ആ ഒരു സൂചി വലിക്കണതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഹുക്കും കൂടി ആ ഒരു ഭാഗത്ത് കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കോർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ തുണിയിലും കൂടി ആ ഒരു ഹുക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെ തുന്നിയാലും, അതായത് എളുപ്പത്തിൽ നമ്മൾ 2 3 കെട്ടിട്ട് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയായാലും ഇത് പെട്ടെന്ന് ഊരി വരില്ല കേട്ടോ, ആ ഒരു ബ്ലൗസിലും കൂടി നിൽക്കുന്ന കാരണം. നമ്മൾ തുണിയിൽ കൂടെ കോർക്കാതെ സിമ്പിളായിട്ട് വെച്ചിട്ട് നമ്മളൊരു ഹുക്ക് തുന്നിയെടുക്കില്ലേ, താഴ്ഭാഗത്ത് ആ 2 ഭാഗത്തും മേൽഭാഗത്തും തുന്നിയെടുക്കുകയാണെന്നുണ്ടെങ്കിലേ
2-3 വട്ടം നമ്മുടെ ആ ബ്ലൗസ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ആ ഒരു ഹുക്കിൻ്റെ മേൽഭാഗം ആകെ ലൂസായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ തുണിയിൽ വെച്ചിട്ട് കോർത്തെടുത്തിട്ട് തുന്നിയെടുക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഒരുപാട് തുന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തുന്നലും കഴിയും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉപയോഗിച്ചാലും ആ ഒരു ഭാഗം നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് നമ്മുടെ ഹുക്ക് തുന്നി നോക്കാം കേട്ടോ. ഞാനിവിടെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ കളറ് തന്നെ നൂല് വെച്ചിട്ട് ഒരു ഹുക്കും അതുപോലെ തന്നെ ഹുക്ക് ലൂപ്പും ഞാൻ തുന്നി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തി കുറച്ചും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സെയിം കളർ നൂല് വെച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ 2 തുന്നിയിൽ സെയിം കളർ നൂല് വെച്ച് തുന്നിയത് കണ്ടോ കുറച്ചും കൂടി നന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ കളർ നൂലിട്ടിട്ട് ചെയ്ത് കാണിച്ചത്. നമ്മൾ സെയിം കളർ നൂല് വെച്ചിട്ട് തന്നെ ഹുക്ക് ലൂപ്പും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.